കരയരുത്. മരിച്ചയാളുടെ വീട്ടുകാരുമായി ഇന്നും അബി സംസാരിച്ചിരുന്നു. ബ്ലഡ് മണി കൊടുത്ത മാപ്പ് എഴുത്തരാന്ന് അവർ പറയുന്നത്. എത്രയാ? 75 lakhs. ആരിൽ നിന്നും ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. ഈ കുഞ്ഞിനെ 1 മണിക്കൂർ പോലും നോക്കാൻ ആരും തയ്യാറില്ല. ഒരുപാട് പ്രോബ്ലംസ് തരണം ചെയ്താൽ നമ്മളോട് എത്തിയത്. ബി കോൺഫിഡൻറ്റ്. I am going to get you out of this. Tal, khalas. ആഷിക്ക് ഞാൻ ധൈര്യം കൊടുത്തു. പക്ഷെ ഇത്രയധികം പണം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആ സമയത്താണ് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടത്. അയാളാണ് പറഞ്ഞത് അവിടെ 65 ലക്ഷം രൂപയുടെ ദ്രവം കൊടുത്താൽ ഇവിടെ 75 ലക്ഷം രൂപ കിട്ടുമെന്ന്. 75 ലക്ഷമല്ലേ നിങ്ങൾക്ക് ആവശ്യം? 65 രൂപയ്ക്കുള്ള ദിർഹം ഇവിടെ തന്നാൽ 75 നിങ്ങൾക്ക് നാട്ടിൽ കിട്ടും. ഹവാല എന്നൊക്കെ പറയും. കുറച്ച് റിസ്ക്കുള്ള ഏർപ്പാടാണ്. ടെൻഷൻ ആവണ്ട, ഞാൻ ഏറ്റു. ഓക്കെ, താങ്ക് യു. പിന്നെയുള്ള ദിവസങ്ങൾ പണത്തിന് വേണ്ടിയുള്ള ഓട്ടോ ആയിരുന്നു. ജെയിംസ്, ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. ഐ എം സോറി മനു, ഉദ്ദേശിച്ച പോലെ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2020 എക്സ്പോ വരില്ലേ, ഞാൻ അഡ്വാൻസ് ആയിട്ട് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തു. സോ ഐ എം ടു ലേറ്റ്. എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഞാൻ മനുവിനെ അങ്ങോട്ട് വിളിക്കാം. വാടാ. പരിചയക്കാരെല്ലാം അപരിചിതരായി മാറിയ ദിവസങ്ങൾ. ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടും നിന്റെ വീട്ടുകാരോ ആശയുടെ വീട്ടുകാരോ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലേ? ഉമ്മിച്ചിക്കുട്ടിയെ നായരചക്കം കെട്ടുന്നതുകൊണ്ട് സിനിമയിലെല്ലാവരും കൈയടിച്ചു. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ പോട്ടടാ. പൈസ വാങ്ങിച്ചിട്ടാണെങ്കിലും മാപ്പ് നൽകാൻ മരിച്ച ആളുടെ ഫാമിലി തയ്യാറായ സ്ഥിതിക്ക് ഐ തിങ്ക് there will be no issues at all. എന്തുപറ്റി? അയാളുടെ ഫോൺ ഓഫാ. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എവിടെയാണല്ലോ വീടെന്ന് ജയകൃഷ്ണൻ പറഞ്ഞത്. ഈ കുഴൽപ്പണത്തിന്റെ ഇടപാട് ഇറ്റ്സ് ടു റിസ്കി. അല്ലാതെ പിന്നെ ഇത്ര അധികം പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? നീ പറ. 65 രൂപ കൊടുത്ത് 75 രൂപ എവിടെ കിട്ടും? എടാ ഞാൻ അങ്ങനല്ല പറഞ്ഞേ. നീ എന്താ പറയുന്നൊന്നും മനസ്സിലാക്കാത്ത? എടാ നീ നിക്ക്. കാർ വേണ്ടേ മനു? എല്ലാത്തിനും മാനസികമായി തയ്യാറെടുത്തെങ്കിൽ യാത്ര തുടങ്ങാമല്ലേ? നമുക്ക് 3 മണിക്ക് മുമ്പ് കോടതിയിൽ ഹാജരാവണം. അതാ വീട്. രാഖി പീഡന കേസിന്റെ അവസാനഘട്ട വിസ്താരം. ഉന്നത രാഷ്ട്രീയ ബന്ധം ആരോപിക്കപ്പെട്ടിരുന്നു. ഡൽഹി പീഡന കേസിന്റെ അതേ ജനവികാരം തന്നെയാണ് കേരളത്തിൽ ഈ കേസിനുണ്ടായത്. നിരവധി പീഡന കേസുകൾ ദുബായിലുള്ള ജയകൃഷ്ണൻ ത്രൂ ഫണ്ട് അയച്ച ആളാ മനു. വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാ വന്നത്. കാശിന്റെ കാര്യം തന്നോട് 12 മണിക്ക് വിളിക്കാനല്ല പറഞ്ഞത്. ഫോൺ ഓഫായിരുന്നു. 12 മണിക്ക് വിളി, ഫോൺ ഓണാവും. അപ്പൊ ഞാൻ പറയാം കാശ് എവിടെ കിട്ടൂന്ന്. കേരള സമൂഹം വരുത്തനാണെന്ന് തോന്നി, അതുകൊണ്ടാ കൂടെ വന്നത്. പോ 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 പോ. സാർ, ഞാൻ സബാസ്റ്റിനാ. മാത്തമക്കീലിനെ ഇപ്പൊ ഞാൻ കോട്ടയത്ത് വെച്ച് കണ്ടു. അയാൾ കോട്ടയത്ത് എത്തിയോ? വണ്ടി നമ്പർ KL7H 5945, ഒരു റെഡ് ഇന്നോവ. സാറേ, എനിക്കൊരു സംശയം. എടോ വക്കച്ച, ആ സംശയം ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഞാൻ തന്നെ തിരിച്ചു വിളിക്കാം. ജോർജെ, ഉദയനെ ഒന്ന് വിളിച്ചു തന്നെ. ഉദയ, സെറീന പള്ളി
അകത്തുണ്ട് സാർ, ചേച്ചി അകത്തുണ്ട്. ഉറപ്പാന്നോ? നോക്കിയേ. വാ വാ നോക്കാം. വലിയ റിസ്ക്കാ നിങ്ങൾ എടുത്തിരിക്കുന്നത്. സെറീനയുടേതുമായി കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ റിസ്ക് വളരെ കുറവാണ്. കേസിനെ സഹായിക്കാൻ ഇക്കാലം അത്രയും നിങ്ങൾ തന്നിരുന്ന ലീഡുകൾ ഇന്ന് സ്വയം പ്രത്യക്ഷപ്പെട്ട് കോടതിയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ. സംഭവം നടന്നിട്ട് ഇതുവരെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് സെറീന എന്തുകൊണ്ട് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ല എന്ന് പ്രതിഭാഗം വക്കീൽ ക്രോസ് ചെയ്താൽ എന്റെയും എന്റെ മക്കളുടെ ജീവൻ അപകടത്തിലാവുമെന്ന് വക്കച്ചന്റെ ഭാര്യ എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടാ. ഇപ്പൊ ഞാൻ ഈ സത്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അത് തന്നെയാണല്ലോ സത്യവും. ഹലോ, MLAയുടെ ആൾക്കാരെന്നെ തിരിച്ചറിഞ്ഞു. സെറീന സാറിന്റെ കൂടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. സംഭവം ലീക്ക് ഔട്ടായി. അപ്പൊ ഇനി എന്തും പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷി ആരാണെന്ന് ലോകമറിയട്ടെ. അങ്ങനെ വരുമ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ കാരണക്കാരാരാണെന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. അതുകൊണ്ട് ആ ബോംബ് നമുക്ക് തന്നെ പൊട്ടിക്കാം. കേരളമാകെ കത്തിപ്പടരട്ടെ ഈ ബ്രേക്കിംഗ് ന്യൂസ്. മനസാക്ഷിയെ ഞെട്ടിച്ച രാഖി പീഡന കേസിന്റെ അവസാനഘട്ട വിസ്താരം ഇന്ന് കോടതിയിൽ നടക്കാനിരിക്കെ കേസ് അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവിലേക്ക്. കേസിന്റെ മുഖ്യ പ്രതിസ്ഥാനത്ത് ആദ്യം ഉണ്ടാവുകയും പിന്നീട് കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്ത MLA വക്കച്ചനെതിരെ ഭാര്യ സെറീന തന്നെ സാക്ഷി പറയാൻ കോടതിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഉറച്ച പ്രോസിക്യൂട്ടർ മാത്തൻ തരകനും ഒപ്പം സെറീനയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും കൂടിയാകുമ്പോൾ കേരള സമൂഹത്തിൽ തീരാകളങ്കമായി മാറിയ രാഖി പീഡന കേസിലെ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടുമെന്ന വിലയിരുത്തലിലാണ് നിയമലോകം.